അതേ പടച്ചവൻ പറയുകയാണ് അല്ലാഹു തആല നിനക്ക് തന്ന സർവ്വ അനുഗ്രഹങ്ങളും അവിടെ ചോദ്യം ചെയ്യുകയാണ്. സർവ്വ അനുഗ്രഹങ്ങളും അവിടെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഭീതിജനകമായ സന്ദർഭമുണ്ടല്ലോ. പടച്ചവനെ, ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല, നരകത്തിലേക്ക് ഞങ്ങളെ വലിച്ചെറിഞ്ഞാലും കുഴപ്പമില്ല. അല്ലാ, ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് മാറ്റുമോ? ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന നാഥനായ തമ്പുരാന്റെ മുന്നിൽ സർവ്വ മനുഷ്യരും പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്നതായ മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ പാദങ്കാലം നനക്കാൻ കഴിയാതെ സർവ്വ മനുഷ്യ മക്കളും ഹാജരാക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലാ തസൂലു ഖദമ ബിനി ആദമ യൗമൽ ഖിയാമ. പാദം മനുഷ്യന്റേതായ, ആദം സന്തതികളുടേതായ പാദം കാല് ചലിപ്പിക്കാൻ പോലും പറ്റില്ല മഹ്ശറയിൽ. ഏതുവരെയെന്നറിയുമോ? അഞ്ച് കാര്യങ്ങളെ പറ്റി പടച്ച തമ്പുരാൻ ചോദിക്കുന്നതാണ്. അഞ്ച് കാര്യങ്ങളെ പറ്റി പടച്ച തമ്പുരാൻ വിചാരണ നടത്തുന്നതാണ്. ഈ അഞ്ച് കാര്യങ്ങൾക്കും അല്ലാഹുവിന് തൃപ്തിപ്പെടുന്ന മറുപടി കൊടുക്കാതെ, ഈ അഞ്ച് കാര്യങ്ങൾക്കും അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന മറുപടി കൊടുക്കാതെ, ഈ അഞ്ച് കാര്യങ്ങൾക്കും അല്ലാഹുവിന് സ്വീകാര്യ യോഗ്യമായ മറുപടി കൊടുക്കാതെ, ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ലാ തസൂലു ഖദമ ബിനി ആദം. ആദം നബിയുടെ മക്കളിൽ നിന്നും ഒരാളുടെ കാല് പോലും ചലിക്കപ്പെടുകയില്ല, ഒരാളുടെ പാദം പോലും ചലിക്കപ്പെടുകയില്ല. അപ്രകാരം ഹാജരാക്കപ്പെടുന്ന സന്ദർഭമുണ്ടല്ലോ. ഏതാണ് അഞ്ച് ചോദ്യങ്ങളെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒന്നാമത് പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്, അൻഉമിരിഹി ഫീമ അഫ്നാ. ഒന്നാമത് അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, നിനക്ക് ഞാൻ ആയുസ് തന്നതാണ്. 30, 40, 50, 60, 70 വർഷം ആയുസ് തന്നതാണ്. ഈ ആയുസ് എങ്ങനെ ചെലവഴിച്ചെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കാതെ, ഇല്ല ഇല്ല, കാലം ചലിപ്പിക്കാൻ പോലും കഴിയില്ല. രണ്ടാമത് പടച്ച തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, രണ്ടാമത് പടച്ച തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ചോദ്യം എന്തെന്നറിയുമോ? ഓരോരുത്തരുടെയും യൗവനത്തെ പറ്റിയാണ്, ഓരോരുത്തരുടെയും യുവത്വ കാലത്തെ പറ്റിയാണ്, ഓരോരുത്തരുടെയും ചുറുചുറുക്കുള്ള കാലത്തെ പറ്റിയാണ്. യൗവനം എവിടെയാ നിങ്ങൾ ചെലവഴിച്ചത്? എന്ത് യൗവനം ആർക്ക് വേണ്ടിയാ നിങ്ങൾ കൊടുത്തത്? നാലാംഗല രാഷ്ട്രീയക്കാരോട് കൊടുത്തെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? സിനിമാ താരങ്ങൾക്ക് വേണ്ടി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാക്കാൻ കൊടുത്തെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? അനാചാരങ്ങൾക്കും അധാർമിക പ്രവണതകൾക്കും വേണ്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പക്കാര രക്ഷപ്പെടാൻ പറ്റുമോ? എന്റെ പൊന്നുമോനെ, ഒന്ന് വിചിന്തനം നടത്തടാ. നിന്റെ ജീവിതത്തെ പറ്റി നിനക്ക് തന്നെ ഒരു ബോധമുണ്ടാകട്ടെ. ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ. അല്ലാഹു നിനക്ക് യൗവനം തന്നപ്പോൾ ആ യൗവനത്തെ ആരെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് നീ തൊലച്ചു കളയുമ്പോൾ, ആരെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് നീ നശിപ്പിച്ചു കളയുമ്പോൾ, ഞാനൊരു മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഈമാനിക ആവേശമുള്ള ചുറുചുറുക്കുള്ള യുവാവായി ജീവിച്ചു കഴിഞ്ഞാൽ, ഞാൻ സത്യത്തിന്റെ വക്താവായി മാറിയാൽ, ഞാൻ അധർമ്മത്തിനെതിരെ ശബ്ദിക്കുന്നവനായി മാറിയാൽ, ഞാൻ അനാചാരങ്ങൾക്കെതിരെ ജിഹാദ് നടത്തിക്കൊണ്ട് അല്ലാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടുത്തുന്നവനായി മാറിയാൽ, അതേ ഞാൻ മതമൗലികവാദി എന്ന് മുദ്രകുത്തപ്പെടുന്നതാണ്, ഭീകരവാദി എന്ന് മുദ്രകുത്തപ്പെടുന്നതാണ്, തീവ്രവാദി എന്ന് മുദ്രകുത്തപ്പെടുന്നതാണ്. രാജ്യം ഭരിക്കുന്ന, രാഷ്ട്രം ഭരിക്കുന്ന നാലാംഗിട രാഷ്ട്രീയക്കാരുടെ ഒരുക്കുന്നതായ പ്രത്യേക നീതിപീഠത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നവനായി ഞാൻ നിൽക്കുന്നതാണ് എന്ന് ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹു പഠിപ്പിച്ച ജീവിതത്തിൽ നിന്നൊഴിഞ്ഞു മാറി, റസൂലുള്ളാഹി പഠിപ്പിച്ച ജീവിതത്തിൽ നിന്നൊഴിഞ്ഞു മാറി നപുംസക ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, ആരെയാ
പൊന്നുമോനെ നീ ഭയപ്പെടുന്നത്? ആരെയാ പൊന്നുമോനെ നീ ഭയപ്പെടുന്നത്? അല്ലാഹു നിന്നോട് ചോദ്യം ചോദിക്കുന്ന ദിവസമുണ്ടടാ. ദുനിയാവിൽ ആരും നിന്നെ ചോദ്യം ചെയ്യുന്നില്ല. ഒരു മന്ത്രി പുങ്കവന്റെയും ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കണ്ട. ഒരു പോലീസ് ഏമാന്റെയും ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കണ്ട. ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കണ്ട. അല്ലാഹുവിന്റെ ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുക്കേണ്ട ദിവസമാണ്. അല്ലാഹുവിന്റെ വിചാരണയുടേതായ വിതുമ്പുന്ന നിമിഷങ്ങളെ നേരിടേണ്ടി വരുന്ന സന്ദർഭമാണ്. ആ ദിവസത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുകയാണ്. ആ ദിവസം ആരുടെ ദിവസമാണ്? അല്ലാഹു വന്ന് വിളിച്ചു ചോദിക്കുന്നതാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആർക്കാണടാ ഉള്ളത്? ഇന്നത്തെ അധികാരം ആർക്കാണടാ ഉള്ളത്? അധികാരത്തിന് വേണ്ടി കടിപിടി കൂടിയവരെവിടെ? അധികാരത്തിന് വേണ്ടി സ്വന്തം സമുദായത്തെ കാലുവാരിയവരെവിടെ? അധികാരത്തിന് വേണ്ടി വീര്യമായി ജീവിതം നയിച്ചവരെവിടെ? അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തികെട്ട പ്രവർത്തനവും നടത്താൻ മടിയില്ലാത്തവരെവിടെ? ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആർക്കാണടാ? ഇന്നത്തെ അധികാരം ആർക്കാണടാ? സാമ്രാജ്യ ശക്തികൾക്കും അധികാരമില്ല, വർഗീയവാദികൾക്കും അധികാരമില്ല, അക്രമ രാഷ്ട്രീയക്കാർക്കും അധികാരമില്ല, ഭരണകൂട ഭീകരവാദികൾക്കും അധികാരമില്ല. ആർക്കും അധികാരമില്ല. സഹോദരങ്ങള്, പലസ്തീനിന്റെയും ഇറാഖിന്റെയും അഫ്ഗാനിന്റെയും തെരുവോരങ്ങളിലേക്ക് എണ്ണപ്പാടങ്ങളിൽ കണ്ണും നട്ടുകൊണ്ട് ഇന്നുമിതാ ക്രൂരമായി കൊലപാതകം നടത്തുന്ന അമേരിക്കയുണ്ടല്ലോ. അമേരിക്കയ്ക്കും അധികാരമില്ല. ജോർജ് ഡബ്ല്യു ബുഷിനും അധികാരമില്ല. ബറാക് ഹുസൈൻ ഒബാമയ്ക്കും അധികാരമില്ല. വ്ളാഡിമിർ പുടിനും അധികാരമില്ല. ആർക്കും അധികാരമില്ല. ഒരു രാഷ്ട്രീയക്കാരനും അധികാരമില്ലടോ. ഒരു പോലീസ് ഏമാനും അധികാരമില്ലടോ. DGPക്കും അധികാരമില്ല, IG-ക്കും അധികാരമില്ല, SP-ക്കും അധികാരമില്ല, ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറിനും അധികാരമില്ല. ആർക്കും അധികാരമില്ല. പൊന്നുമോദി, എല്ലാവരും അധികാരം നഷ്ടപ്പെട്ടുകൊണ്ട് രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ മുന്നിൽ ഒരു നൂൽ കഷണം പോലുമില്ലാതെ ഒന്നു നിൽക്കുന്ന സന്ദർഭമുണ്ടല്ലോ. സകലതും പടച്ചവന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിസ്സഹായരായി വന്നു നിൽക്കുന്ന സന്ദർഭമുണ്ടല്ലോ. അന്നാ പടച്ചവൻ നിന്നോട് ചോദ്യം ചോദിക്കുന്നത്. അന്നാണ് പടച്ചവൻ നിന്നെ വിചാരണ ചെയ്യുന്നത്. യുവതി, നിന്റെ യൗവനം നീ എവിടെയാ ചെലവഴിച്ചത്? എന്റെ ചെറുപ്പക്കാരാ, അന്ന് നീ അല്ലാഹു ആ ചോദ്യം ചോദിക്കുമ്പോൾ പടച്ചവന് ഈ നിൽക്കുന്ന സിനിമാ താരങ്ങൾക്ക് കൊടുത്തുവല്ല, ഈ നിൽക്കുന്ന സീരിയൽ താരങ്ങൾക്ക് കൊടുത്തുവല്ല, ഈ നിൽക്കുന്ന നിരീശ്വരവാദികളായ രാഷ്ട്രീയ മേധാവന്മാർക്ക് കൊടുത്തുവല്ല. പടച്ചവനെ ഈ നിൽക്കുന്ന അനാചാരത്തിന്റെ വക്താക്കൾക്ക് കൊടുത്തുവല്ല. പടച്ചവനെ ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളെ ഭീതിജനകമായ അവസ്ഥയിലോട് നീതി പോലും നിഷേധിച്ചുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തിയ ഈ ഏമാന്മാരെ ഭയപ്പെട്ടുകൊണ്ട് നപുംസകതുല്യമായ ജീവിതം നയിച്ചുവല്ല എന്നെങ്ങാനും പടച്ചവന്റെ മുന്നിൽ പറയപ്പെട്ട എന്റെ പൊന്നുമോനെ നിനക്ക് രക്ഷയില്ലടാ, എന്റെ പെങ്ങളെ നിനക്ക് രക്ഷയില്ലടേ. അവിടെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റണോ? അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയാൻ കഴിയണം. പടച്ചവന് നീ തന്ന യൗവനമുണ്ടല്ലോ, നീ തന്ന ചുറുചുറുക്കുണ്ടല്ലോ, അത് നിനക്ക് വേണ്ടി നൽകിയല്ല. അത് നിന്റെ ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കൊടുത്തു. പടച്ചവനെ, അല്ലാഹുവിന്റെ ചോദ്യമാണ്, പടച്ചവന്റെ ചോദ്യം. അന്ന് ആർക്കും അധികാരമില്ല. ഇന്ന് പലരെയും പേടിക്കണമല്ലേ? ഇന്ന് പലരെയും പേടിക്കണം. ഇന്ന് പലരെയും പേടിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നവരുണ്ട് അല്ലേ? ഇന്നാരെയൊക്കെ നീ പേടിച്ചോ? ഇന്നാരെയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ ജീവിതം നീ തൊലച്ചു കളഞ്ഞോ? അങ്ങനെയുള്ളവരൊക്കെ നാളെ വരും നിന്റെ മുന്നിൽ. ഒരു അധികാരം ഉണ്ടാവില്ല, ഒരു പദവി ഉണ്ടാകില്ല, ഒരു ഉദ്യോഗസ്ഥനും അന്ന് ഉദ്യോഗത്തിന്റെ പവർ ഉണ്ടാകില്ല.
സർവരും സമന്മാരായി രാജാതിരാജനായ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാണ്. അന്ന് പടച്ചവൻ ചോദിക്കും, അൻ ശബാബിഹി ഫീമാ അബ്ലാ, യൗവനം എവിടെയാ ചെലവഴിച്ചത്? യൗവനം എവിടെയാ ചെലവഴിച്ചത്? പടച്ചവനെ ഈ നിൽക്കുന്ന സിനിമാ താരങ്ങൾക്ക് പിടുത്തെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? നാലാംകിട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജീവിതം കൊടുക്കുന്ന ചെറുപ്പക്കാരനും ചിന്തിക്കണം. നിരീശ്വരവാദികളായ നിന്റെ മേലാളന്മാർക്ക് വേണ്ടി പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കമൊഴിക്കാനും, അവർക്ക് വേണ്ടി ചുവരുകളിൽ കുമ്മായം വരയ്ക്കാനും, അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ, അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ, അവർക്ക് വേണ്ടി കല്ലേറ് നടത്താൻ, അവർക്ക് വേണ്ടി വേണമെങ്കിൽ ലോകകപ്പുകളിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങാനും മടിയില്ലാത്ത എന്റെ ചെറുപ്പക്കാരാ, നാളെ പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോ എന്ത് മറുപടി ഉണ്ടെന്ന് എനിക്ക് പറയാൻ? എന്റെ സഹോദരിമാരൊന്ന് ചിന്തിക്കണം. പടച്ചവൻ യൗവനം അങ്ങനെ ചെലവഴിച്ചെന്ന് ചോദിക്കുമ്പോ പർദ്ദയൊന്നുമില്ലാതെ ഒരു മോഡേൺ ഗേൾ ആയിട്ടില്ലേ, സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് പർദ്ദയുമില്ല, പർദ്ദ ഉള്ളത് തന്നെ അത് കണക്കാണ്. പർദ്ദ ഉണ്ട് എന്നാലും അത് കണക്കാ. 313 മോഡലിലും 1001 ഷോപ്പുകളില് 756 നിറത്തില് ശരീരത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ശരീരത്തിന്റെ തടിപ്പും തുടിപ്പും വെളുപ്പും പുറത്തു കാട്ടുന്ന രീതിയിൽ ഇറുകിപ്പിടിച്ച പർദ്ദ, അതുമൊക്കെ ഇട്ടുകൊണ്ട് സഹോദരിമാരിങ്ങോട്ട് പുറത്തോട്ടിറങ്ങിയാൽ കാണുന്നവന് ശ്വാസം മുട്ടും. ശ്വാസം മാത്രമല്ല പലതും മുട്ടും. അതും ഇട്ടോണ്ട് നിങ്ങൾക്ക് ഇറങ്ങി വന്നേക്കുക. അള്ളാഹുവിന്റെ മുന്നിൽ എന്തോ മറുപടി ഉണ്ടെങ്കിൽ തങ്ങളെ പറയാ, എന്തോ മറുപടിയുണ്ട്, ചിന്തിക്കണം. യുവത്വം എന്ന് പറയുന്നത് നിസാര വിഷയമൊന്നുമല്ല. പിടിച്ചു നിർത്തി പടച്ചവൻ ചോദിക്കും. അവിടെ നമുക്ക് പറയാൻ കഴിയണം, നിന്റെ ഖുർആൻ പറഞ്ഞ പോലെ, നിന്റെ ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ പടച്ചവനെ ഞാൻ യൗവനം ചെലവാക്കി എന്ന് പറയാൻ കഴിയണം. പടച്ചതമ്പുരാൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പറഞ്ഞു മുസ്ലിം യുവത്വം, മുസ്ലിം യൗവനം. ഇന്നിപ്പോ മുസ്ലിം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാനെക്കാട്ടി ഏറ്റവും പേടി ആരെയാ? അള്ളാഹുവിനെക്കാട്ടി ഏറ്റവും പേടി ആരെയാണ്? രാജ്യം ഭരിക്കുന്നവരെയാണ്. നിയമം അനുസരിച്ചുകൊണ്ടൊരു മുസ്ലിം ജീവിക്കണം, ശരി തന്നെയാ. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം ആ നിയമം എന്ന് പറയുന്നത് സർവ്വ മനുഷ്യർക്കും ഒരേപോലെയുള്ള നിയമങ്ങളാണ്. എന്നാൽ അഭ്യസ്ത വിദ്യരായ മുസ്ലിം ചെറുപ്പക്കാര് കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെടുമ്പോൾ നെഞ്ചുവരെ ദാടി വളർത്തി അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്ത്, ആ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവർ നോട്ടപ്പുള്ളികളാക്കപ്പെടുമ്പോൾ, സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കുന്നവർ എന്നും ഈ സമുദായത്തിൽ അകറ്റപ്പെടേണ്ടവരും ഒറ്റപ്പെടുത്തപ്പെടേണ്ടവരുമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ